ലൈംഗിക ബന്ധത്തിനിടയിലെ യോനിയിലെ ശബ്ദങ്ങൾ എങ്ങനെ ഒഴിവാക്കാം? ലൈംഗിക ബന്ധത്തിനിടയിൽ ദമ്പതികൾ അഭിമുഖീകരിക്കാറുള്ളത് എന്നാൽ പരസ്പരം തുറന്നു സംസാരിക്കാൻ മടിക്കുന്നതുമായ ഒരു പ്രധാന വിഷയമാണ് യോനിയിൽ നിന്നുണ്ടാകുന്ന പ്രത്യേകതരം ശബ്ദങ്ങൾ. സാധാരണ സംഭാഷണങ്ങളിൽ പലപ്പോഴും കടന്നുവരാത്ത ഈ പ്രതിഭാസത്തെ ശാസ്ത്രീയമായി ടിഫ്ലിൻ അല്ലെങ്കിൽ വജൈനൽ ഫ്ലാറ്റസ് എന്ന് വിളിക്കുന്നു. കിടപ്പറയിലെ അതീവ റൊമാന്റിക്കായ നിമിഷങ്ങളിൽ പെട്ടെന്നുണ്ടാകുന്ന ഇത്തരം ശബ്ദങ്ങൾ പങ്കാളികളെ, പ്രത്യേകിച്ച് സ്ത്രീകളിൽ, വലിയ രീതിയിലുള്ള നാണക്കേടും അസ്വസ്ഥതയും ഉണ്ടാക്കാറുണ്ട്. ഇത് പലപ്പോഴും ലൈംഗികതയുള്ള ശ്രദ്ധ നഷ്ടപ്പെടുത്താനും ആത്മവിശ്വാസം കുറയ്ക്കാനും കാരണമാകുന്നു. എന്നാൽ യാഥാർത്ഥ്യത്തിൽ മലദ്വാരത്തിലൂടെ പുറന്തള്ളപ്പെടുന്ന വായു ഗ്യാസ് പോലെ ദുർഗന്ധമുള്ള ഒന്നല്ല. ഇതിന് ദഹനപ്രക്രിയയുമായി യാതൊരു ബന്ധവുമില്ല. തികച്ചും സ്വാഭാവികമായ ഭൗതിക സാഹചര്യങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന ഈ പ്രതിഭാസത്തെക്കുറിച്ചും അതിനെ എങ്ങനെ ഫലപ്രദമായി മറികടക്കാമെന്നതിനെക്കുറിച്ചും കൃത്യമായ ധാരണ ഉണ്ടാകുന്നത് കിടപ്പറയിലെ വിരസതയും ആശങ്കയും ഒഴിവാക്കാൻ സഹായിക്കും. ഈ ശബ്ദത്തിന് പിന്നിലെ പ്രധാന കാരണം യോനിക്കുള്ളിലേക്ക് വായു പ്രവേശിക്കുന്നതും അത് പിന്നീട് പുറത്തേക്ക് തള്ളപ്പെടുന്നതുമാണ്. സ്ത്രീയുടെ ശരീരഘടന അനുസരിച്ച് യോനി എന്നത് ഇലാസ്റ്റിക്കായുള്ള ഒരു കുഴൽ പോലെയാണ്. ലൈംഗികമായി ഉത്തേജിതയാകുമ്പോൾ യോനി കൂടുതൽ വികസിക്കുകയും ഉള്ളിലേക്ക് കൂടുതൽ സ്ഥലം രൂപപ്പെടുകയും ചെയ്യുന്നു. ഈ സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ലിംഗത്തിന്റെ ചലനങ്ങൾ ഒരു പിസ്റ്റൺ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ലിംഗം ഉള്ളിലേക്കും പുറത്തേക്കും ചലിക്കുമ്പോൾ പുറത്തു നിന്നുള്ള വായു യോനിക്കുള്ളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നു. ഇങ്ങനെ ഉള്ളിൽ കുടുങ്ങിപ്പോകുന്ന വായു പിന്നീട് ലിംഗത്തിന്റെ ചലനങ്ങളുടെ ഫലമായി പുറത്തേക്ക് വരുമ്പോഴാണ് കാറ്റ് പോകുന്നത് പോലുള്ള ശബ്ദം ഉണ്ടാകുന്നത്. ചില പ്രത്യേക ലൈംഗിക പൊസിഷനുകളിൽ ഏർപ്പെടുമ്പോൾ യോനി കൂടുതൽ തുറന്നിരിക്കുന്നതിനാൽ വായു ഉള്ളിലേക്ക് കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഉദാഹരണത്തിന്, സ്ത്രീ നാലുകാലിൽ നിൽക്കുകയും പുരുഷൻ പിന്നിൽ നിന്ന് ബന്ധപ്പെടുകയും ചെയ്യുന്ന ഡോങ്കി സ്റ്റൈൽ പോലുള്ള പൊസിഷനുകളിലാണ് ഈ ശബ്ദം ഏറ്റവും കൂടുതൽ ഉണ്ടാകാറുള്ളത്. അതുപോലെ തന്നെ വ്യായാമം ചെയ്യുമ്പോൾ, യോഗ ചെയ്യുമ്പോഴും ചിലപ്പോൾ ഇത്തരം ശബ്ദങ്ങൾ ഉണ്ടാകാറുണ്ട്. ലൈംഗിക ബന്ധത്തിനിടയിലെ ഈ ശബ്ദങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കാനും കൂടുതൽ സുഖമായ അനുഭവം ഉറപ്പാക്കാനും ചില പ്രായോഗിക കാര്യങ്ങൾ ശ്രദ്ധിക്കാവുന്നതാണ്. ഇതിൽ ഏറ്റവും പ്രധാനം ചലനങ്ങളുടെ വേഗതയും രീതിയും ക്രമീകരിക്കുക എന്നതാണ്. ബന്ധപ്പെടുന്ന സമയത്ത് ലിംഗം പൂർണ്ണമായി യോനിക്ക് പുറത്തെടുത്ത് വീണ്ടും വേഗത്തിൽ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഓരോ തവണയും വായു വലിയ തോതിൽ ഉള്ളിലേക്ക് കയറാൻ ഇടയാകും. അതിനു പകരം ചലനങ്ങളുടെ വേഗത അല്പം കുറയ്ക്കുകയും ലിംഗം പൂർണ്ണമായി പുറത്തെടുക്കാതെ ഉള്ളിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് സാവധാനം ചലിക്കുകയും ചെയ്യുന്നത് വായു അകത്തേക്ക് പ്രവേശിക്കുന്നത് വലിയൊരു പരിധിവരെ തടയാൻ സഹായിക്കും. അതോടൊപ്പം തന്നെ വായു കയറാൻ സാധ്യതയുള്ള പൊസിഷനുകൾ മാറ്റി പകരം പങ്കാളികൾ കൂടുതൽ അടുത്തു നിൽക്കുന്ന രീതിയിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. പരസ്പരം മുഖാമുഖം വരുന്ന മിഷനറി പൊസിഷനോ അല്ലെങ്കിൽ രണ്ടുപേരും വശം ചരിഞ്ഞു കിടന്ന് ബന്ധപ്പെടുന്ന സ്പൂണിംഗ് പൊസിഷനുകളോ തിരഞ്ഞെടുക്കുമ്പോൾ യോനിക്കുള്ളിലേക്ക് വായു കയറാനുള്ള ഇടം വളരെ കുറയുന്നു. ഇത് ശബ്ദങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കും. ശരീരത്തിലെ പേശികളുടെ ഘടനയും ഈ പ്രതിഭാസത്തെ സ്വാധീനിക്കുന്നുണ്ട്. പെൽവിക് ഫ്ലോർ പേശികൾ അഥവാ ഇടുപ്പുവശങ്ങളിലെ പേശികൾക്ക് ബലക്കുറവുണ്ടാവുമ്പോൾ യോനിയുടെ നിയന്ത്രണം കുറയുകയും വായു എളുപ്പത്തിൽ ഉള്ളിലേക്ക് കയറുകയും ചെയ്യും. ഇതിന് പരിഹാരമായി സ്ത്രീക്ക് ചെയ്യാവുന്ന ഏറ്റവും മികച്ച ഒന്നാണ് കിഗൽ വ്യായാമങ്ങൾ. മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് പെട്ടെന്ന് നിർത്തിവെക്കാൻ ഉപയോഗിക്കുന്ന പേശികളെ കൃത്യമായ ഇടവേളകളിൽ മുറുക്കുകയും അയക്കുകയും ചെയ്യുന്ന ലളിതമായ വ്യായാമമാണിത്. ഇത് ദിവസവും കൃത്യമായി ചെയ്യുന്നത് യോനിയിലെ പേശികളെ കൂടുതൽ ശക്തമാക്കുകയും വായു ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് സ്വാഭാവികമായി തന്നെ കുറയ്ക്കുകയും ചെയ്യും. പ്രസവത്തിന് ശേഷമുള്ള കാലയളവിലും പ്രായമാകുമ്പോഴും ഈ വ്യായാമങ്ങൾ ചെയ്യുന്നത് കിടപ്പറയിലെ സമൃദ്ധി വർദ്ധിപ്പിക്കാൻ ഏറെ സഹായിക്കും. കൂടാതെ ലൈംഗിക ബന്ധത്തിന് മുമ്പായി കൃത്യമായ ലൂബ്രിക്കേഷൻ ഉറപ്പാക്കുന്നതും നല്ലതാണ്. യോനിയിൽ ആവശ്യത്തിന് ഈർപ്പമില്ലാത്ത അവസ്ഥയിൽ ഘർഷണം കൂടുകയും വായു കുടുങ്ങിപ്പോകാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യും. വാട്ടർ ബോൾ
ലൂബ്രിക്കന്റുകൾ ഉപയോഗിക്കുന്നത് ബന്ധപ്പെടാൻ കൂടുതൽ സുഗമമാകുകയും വായു അകത്തേക്ക് കയറുന്നത് ഒരു പരിധി വരെ തടയാൻ സഹായിക്കുകയും ചെയ്യും. ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത് സ്ലിഫ്ലിംഗ് എന്നത് ഒരു രോഗമോ ആരോഗ്യ പ്രശ്നമോ അല്ല. ഇത് സ്ത്രീ ശരീരത്തിലെ സ്വാഭാവികമായ ഒരു പ്രതികരണം മാത്രമാണ്. ഇതിന്റെ പേരിൽ ലജ്ജിക്കേണ്ടതില്ലെന്നും ഇത് പങ്കാളികൾക്കിടയിൽ ഒരു തമാശയായി കണ്ട് ലളിതമായി തള്ളിക്കളയാവുന്നതേ ഉള്ളൂ എന്നും തിരിച്ചറിയണം. ലൈംഗികത എന്നത് പരസ്പരമുള്ള ആനന്ദം ആത്മബന്ധത്തിനും വേണ്ടിയുള്ളതാണ്. അവിടെ ഇത്തരം സ്വാഭാവിക ശാരീരിക ശബ്ദങ്ങളെക്കുറിച്ച് ആലോചിച്ച് ആകുലപ്പെടുന്നത് ലൈംഗിക സംതൃപ്തിയെ ബാധിക്കും. പരസ്പരമുള്ള തുറന്ന ആശയവിനിമയത്തിലൂടെയും ചെറിയ രീതിയിലുള്ള മുൻകരുതലുകളുടെയും കിടപ്പറയിലെ ഇത്തരം അസ്വസ്ഥതകൾ പൂർണ്ണമായും ഒഴിവാക്കാനും കൂടുതൽ സന്തോഷകരമായ ലൈംഗിക ജീവിതം നയിക്കാനും സാധിക്കും. യോനിയിൽ സ്വാഭാവിക ഈർപ്പം ഉണ്ടാകുമെന്ന ധാരണ തെറ്റാണ്. ലൈംഗികതയെക്കുറിച്ചും ശരീരഘടനയെക്കുറിച്ചും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ധാരാളം തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സ്ത്രീകൾക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ലൂബ്രിക്കന്റുകളുടെ ആവശ്യമില്ല, ശരീരത്തിന്റെ സ്വാഭാവിക സ്രവങ്ങൾ മാത്രം മതിയാകും എന്നത്. പല പുരുഷന്മാരും ചിന്തിക്കുന്നത് തങ്ങളുടെ സാന്നിധ്യം കൊണ്ടോ സ്പർശനം കൊണ്ടോ മാത്രം ഏത് സ്ത്രീയും പൂർണ്ണമായി ഉത്തേജിപ്പിക്കാൻ കഴിയും എന്നതാണ്. എന്നാൽ ഈ ധാരണ തികച്ചും തെറ്റാണ്. മാത്രമല്ല പങ്കാളിയുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ ഇത് ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. ഒരു സ്ത്രീയുടെ ശരീരത്തിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ലൂബ്രിക്കേഷൻ അല്ലെങ്കിൽ ഈർപ്പം എന്നത് കേവലം ലൈംഗിക ഉത്തേജനത്തിന്റെ മാത്രം ലക്ഷണമല്ല. അതിനു പിന്നിൽ നിരവധി ഹോർമോൺ വ്യതിയാനങ്ങളും ശാരീരിക ഘടനകളും ഉണ്ട്. ഒരു സ്ത്രീക്ക് പങ്കാളിയോട് കടുത്ത പ്രണയവും ലൈംഗികമായ താല്പര്യവും ഉണ്ടെങ്കിൽ പോലും അവളുടെ ശരീരം എപ്പോഴും ആവശ്യത്തിന് ഈർപ്പം ഉൽപ്പാദിപ്പിക്കണം എന്നില്ല. സ്ത്രീ ശരീരത്തിലെ ഈസ്ട്രജൻ ഹോർമോണിന്റെ അളവ് ആർത്തവ ചക്രത്തിന്റെ ഏത് ഘട്ടത്തിലാണ് അവർ നിൽക്കുന്നത് എന്നത് മാനസികമായ സമ്മർദ്ദം, ക്ഷീണം അല്ലെങ്കിൽ അവർ കഴിക്കുന്ന ചില സാധാരണ മരുന്നുകൾ ഒക്കെ യോനിയിലെ സ്വാഭാവിക ഈർപ്പത്തെ നേരിട്ട് ബാധിക്കുന്നതാണ്. പ്രസവത്തിന് ശേഷമുള്ള കാലഘട്ടത്തിലും മുലയൂട്ടുന്ന സമയത്ത് ഹോർമോൺ വ്യതിയാനങ്ങൾ കാരണം ശരീരം വരുന്നതായിരിക്കാൻ വലിയ സാധ്യതയുണ്ട്. ഈ യാഥാർത്ഥ്യങ്ങളെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് സ്വാഭാവിക ഈർപ്പമില്ലാതെ ലൈംഗിക ബന്ധത്തിന് മുതിരുമ്പോൾ അത് വലിയ ശാരീരിക ബുദ്ധിമുട്ടുകളിലേക്ക് വഴിമാറുന്നു. പരസ്പരമുള്ള ഘർഷണം കാരണം യോനിയിലെ മൃദുവായ ചർമ്മത്തിൽ കണ്ണിൽ കാണാത്ത ചെറിയ മുറിവുകൾ അല്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ ചെറിയ മുറിവുകൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ കഠിനമായ വേദനയ്ക്കും പിന്നീട് പുകച്ചിലിനും കാരണമാകുന്നു. ലൈംഗികത എന്നത് പരസ്പരം ആസ്വദിക്കേണ്ട ഒന്നാണ്. എന്നാൽ ശാരീരികമായ വേദന അനുഭവപ്പെടുമ്പോൾ സ്വാഭാവികമായും സ്ത്രീകൾക്ക് അതിനുള്ള താല്പര്യവും ശ്രദ്ധയും നഷ്ടപ്പെടുന്നു. വേദനയെ ഭയന്ന് ശരീരം കൂടുതൽ വിറങ്ങലിക്കുകയും ഇത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയും ചെയ്യും. ഇത്തരം സാഹചര്യങ്ങളിൽ സ്ത്രീകൾക്ക് ലൈംഗിക സംതൃപ്തിയുടെ പൂർണ്ണതയിൽ എത്തുവാൻ സാധിക്കുകയേ ഇല്ല. പങ്കാളിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം വേദന സഹിച്ച് ലൈംഗികതയിൽ ഏർപ്പെടേണ്ടി വരുന്നത് സ്ത്രീകളെ വലിയ മാനസിക സമ്മർദ്ദത്തിനും പങ്കാളിയുടെ അകൽച്ചയ്ക്കും കാരണമാകുന്നു. ലൈംഗിക സാക്ഷരത എന്നത് നമ്മുടെ ശരീരത്തെയും പങ്കാളിയുടെ ശരീരത്തെയും അതിൻ്റെ പരിമിതികളെയും കൃത്യമായി മനസ്സിലാക്കുക എന്നതും കൂടിയാണ്. തെറ്റായ ഈഗോകളും സിനിമകളിൽ കാണുന്ന വൃത്തിധാരണകളും മാറ്റിവെച്ച് യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറാകുമ്പോൾ മാത്രമേ ലൈംഗികത എന്നത് വേദനാജനകമായ ഒരു ഘടകമില്ലാതെ പരസ്പര സ്നേഹത്തിന്റെ മനോഹരമായ അനുഭവമായി മാറുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.